മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. രാപ്പകലില്ലാതെയാണ് ഇവിടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ധാരാളം ആളുകൾ ടൗൺഷിപ്പിന്റെ പ്രവൃത്തി കാണാൻ, ഇതൊരു ലോക മാതൃക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലികളെല്ലാം കാണാൻ വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സംഘത്തെ കാണാം. ഈ സംഘം വന്നിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് വയനാട് കാണാൻ എത്തിയവർ ആദ്യം ടൗൺഷിപ്പിലേക്കാണ് വന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത ഒരു മുൻ കൗൺസിലർ കൂടി ഇപ്പോൾ ഉണ്ട്. എന്താണ് നിങ്ങൾ ഇപ്പോഴത്തെ കൗൺസിലറാണ്, പേരെന്തായിരുന്നു? അബ്ദുൾ റഹ്മാൻ, മഞ്ചേരിയിലത്തെ ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിലർ. എന്താണ് ഇങ്ങനെ ആദ്യം നിങ്ങൾ വയനാട്ടിൽ വന്നപ്പോൾ ഈ ടൗൺഷിപ്പിലേക്ക് വരാനൊരു കാരണം എന്താണ്? ടൗൺഷിപ്പ് നമ്മളെ സർക്കാർ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ടൗൺഷിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ന് കാണണം. അതുപോലെ തന്നെ UDFന്റെ കള്ളപ്രചരണങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെയുള്ള ആളുകൾ കുടുംബസമേതം വന്നതാണ്. തീർച്ചയായും അവർ കുടുംബസമേതമാണ് വന്നത്. ഇതിനു മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങളും ഇവിടെ എത്തിയിരുന്നു. ധാരാളം ആളുകൾ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി ഇപ്പോൾ ടൗൺഷിപ്പ് കാണാൻ വരികയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയവും ടൗൺഷിപ്പ് തന്നെയാണ്. ഫെബ്രുവരി അവസാനത്തോടു കൂടി ഇത് യാഥാർത്ഥ്യമാകുന്നതിന് മുന്നോടിയായാണ് ഇതേപോലുള്ളവരുടെ സന്ദർശനം. CB ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.